നമസ്കാരം. ശ്രീ ഭദ്രകാളിയെ നമ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയമ. അമ്മേ ശരണം. എൻ്റെ പേര് ജിത്തു, കണ്ണയിലെ മഠം. ഞാനിപ്പോൾ വെള്ളിയന്തക്കാവ് ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 2026 ഫെബ്രുവരി 28 മാർച്ച് 1-2 വെള്ളിയന്തക്കാവിലമ്മയുടെ കുംഭമക മഹോത്സവമാണ്. അപ്പം അതിനോടുള്ള മുന്നൊരുക്കത്തിലാണ് നാടും ജനങ്ങളുമെല്ലാം. വെള്ളിയന്തക്കാവിലമ്മയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശത്ത് ഏറ്റവും പഴക്കമേറിയൊരു ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറയുന്നതിലുപരി കാവായിരുന്നു. ആദ്യകാലത്തിൽ മലയേറിയ സഭ ആൾക്കാർ എല്ലാം കുടിയേക്കാരും ഊരാളിമാരെല്ലാം വെച്ചരച്ചുകൊണ്ടിരുന്ന ഭഗവതിയായിരുന്നു അമ്മ. ആദ്യം നമ്മൾ കൂടിക്കൊണ്ടിരുന്ന നമ്മുടെ ഷിപ്പം നിൽക്കുന്ന മെയിൻ ശ്രീകോവിലിൻ്റെ ഇടതു ഭാഗത്ത് നിൽക്കുന്ന ഈ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു കാവും ക്ഷേത്രങ്ങളെല്ലാം ആയിട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. മരത്തിന് തന്നെ ഒരു 100 വർഷത്തെ പഴക്കമുണ്ട്. അപ്പം അതിന് മുമ്പ് തൊട്ട് കാവായിട്ടും നമ്മുടെ ദേശത്തുള്ള പ്രധാന ക്ഷേത്രങ്ങളായ വള്ളിയങ്കാവ്, താളങ്കൽ അങ്ങനെയുള്ള പ്രധാന ക്ഷേത്രങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പഴക്കമേറിയ ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഉപരി കാവായിരുന്നു. ഇപ്പോൾ ക്ഷേത്രമായി പുനർനിർമ്മിതി നടത്തിയിട്ട് അധിക വർഷങ്ങളായിട്ടില്ല. അപ്പം പിന്നെ പുനഃപ്രതിഷ്ഠ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കാര്യം അമ്മയുടെ ഇപ്പം പരിമിതിപ്പെട്ടൊരു ശ്രീകോവിലിൽ നിന്ന് നല്ല വിപുലമായ രീതിയിലും അമ്മയ്ക്ക് അധിക ആഡംബരങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാവായി തന്നെ ക്ഷേത്രം നിലകൊള്ളിക്കൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ലൊരു സൗകര്യമേറിയൊരു ശ്രീകോവിൽ കാര്യങ്ങളും മറ്റ് ഉപദേവതാ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രതിഷ്ഠ കാര്യങ്ങളും ഒപ്പം മലമൂർത്തികളെ നല്ല യഥാവിധി പ്രകാരം കുടിയിരുത്തമായ ചടങ്ങുകളിലേക്ക് ഇനി ഉത്സവത്തിന് ശേഷം കടക്കുകയാണ്. അപ്പം അമ്മയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദിമകാലത്തെ അതീവ ശക്തിയേറിയൊരു ദേശദേവതയാണ് ഇന്നും അന്നും അമ്മ. കാര്യം അന്ന് വനത്തിൽ ഇവിടെ കാടും വനമായതപ്പോൾ അന്ന് ഈ ദേശക്കാർക്ക് ഏക രക്ഷയും കാരുണ്യം കടാക്ഷം എല്ലാം അമ്മ തന്നെയായിരുന്നു. അപ്പം എനിക്ക് കൂടുതൽ എൻ്റെ ഒരു കേട്ടറിവ് പറയുമെങ്കിൽ വളരെയധികം വർഷങ്ങളുടെ, അത് ഒരിക്കലും കണക്ക് നമുക്ക് കണക്ക് പറയാൻ കഴിയാത്തതിന് മേലെ പഴക്കമുള്ള ക്ഷേത്രമായിരുന്നു. ആദ്യം നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രം ഇത് തന്നെയാണ്. കാര്യം പിന്നെ ഇതിൻ്റെ അകത്ത് കുറവ് വരാൻ കാരണം എല്ലാവരും സാധാരണപ്പെട്ട ആൾക്കാരും ഈ തോട്ടവും പറമ്പും എല്ലാം നോക്കുന്ന ആൾക്കാരായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർ. അപ്പോൾ അതിൻ്റേതായ അവർ കാവായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. പിന്നീട് ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷേത്രമായി പ്രതിഷ്ഠിക്കണമെന്നും ഒരു നമ്മുടെ താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പിന്നെ പുതിയ തലമുറക്കാരെല്ലാം വന്ന് ഒരുപാട് തലമുറ കഴിഞ്ഞ ശേഷം ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന ശേഷം ദേവിനൊരു താന്ത്രിക വിധിപ്രകാരം ക്ഷേത്രമായിട്ട് കുടിയിരുത്തണമെന്നൊരു ആഗ്രഹത്താൽ നമ്മുടെ മുരിക്കമ്മേൽ സൂണശർമ്മ തന്ത്രികളെ പോയി കാണുകയും ശേഷം അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിൽ ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠിക്കുകയും കൂടെ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ക്ഷേത്രം വരുന്നത്. എങ്കിൽ പോലും അന്നത്തെ അവരുടെ സാഹചര്യം കാണും പരിമിതികൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ ദേവിയുടെ പിന്നെ കൂടുതൽ എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ മേൽശാന്തിയായിട്ട് വന്നിട്ട് 4 വർഷം ആകുന്നു. കാര്യം ഇവിടെ ആദ്യം വന്ന സമയത്ത് ഒരുപാട് പരിമിതികളും നമ്മുടെ ആൾക്കാരുടെ എല്ലാം ഒരു ഭക്തരുടെ കുറവും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരിക്കലും അതിൻ്റെ കോട്ട നമ്മൾ അനുഭവപ്പെടുന്നില്ല. കാര്യം അതിലേറെ ആൾക്കാരും ദൂരദേശങ്ങളെല്ലാം അറിഞ്ഞു കേട്ടപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു അനുഭവം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിരവധി ജോലി, എൻ്റെ പല ജോലികളെല്ലാം ബാംഗ്ലൂർ ദുബായ് അങ്ങനെയുള്ള ജോലികളെല്ലാം ഞാൻ പോകാനായിട്ട് തയ്യാറെടുക്കുകയെല്ലാം ഉണ്ടായി. പക്ഷേങ്കിലും അവിടെ നിന്ന് ദേവി എന്നെ വിടാത്ത രീതിയിൽ അനുഭവം എനിക്ക് ഉണ്ടായി. എനിക്ക് അവിടെ നിന്ന് വിട്ടു പോകാൻ പറ്റാത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിനാൽ ഞാൻ എല്ലാത്തിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ഇപ്പം അമ്മയുടെ സന്നിധിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പം നമുക്ക് പൂജ വരുന്നത് എല്ലാ മലയാള മാസം 1-ാം തീയതിയാണ്. പിന്നെ വിഷു, ഓണം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലും അമ്മയ്ക്ക് പൂജ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ അമ്മയുടെ പ്രധാന വഴിപാടുകളായ ഇവിടെ ഉത്സവത്തിന് 2 ഉത്സവമായിട്ടാണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്. ഒന്ന് കുംഭമക മഹോത്സവമായിട്ടും അന്ന് ദേവിക്ക് പ്രധാനമായിട്ട് കുങ്കുമാഭിഷേകവും താലാഭിഷേകവും പൂമോടൽ നിരവധി കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിന് ശേഷം ഒരു ഉത്സവമായിട്ട് വരുന്നത് കലശകാര്യങ്ങൾ 25 കലശവാടി ദേവിനെ ആരാധിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ കാരണവന്മാർ വന്ന് കേട്ടുള്ളവർ അവരുടെ കാരണവന്മാരെ തലമുറകൾ പലതും പിന്നിലായിട്ടും ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഒരിക്കലും ഇതിൻ്റെ കാലപ്പഴക്കം ഒരിക്കലും നമുക്ക് വിവരിക്കാനോ പറയാനോ കഴിയില്ല. അപ്പം അമ്മയുടെ തിരുവുത്സവത്തിന് എല്ലാവരുടെയും സഹകരണവും അമ്മയുടെ കാണാൻ എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് വരമനാട്ട് മാധവനാണ്. എനിക്ക് 76 വയസ്സായി. എനിക്കറിയാവുന്നൊരു സംഗതി, ഈ ക്ഷേത്രം
ഒരു 400 വർഷം പഴക്കമുള്ളതാണ്. കാരണന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ശക്തിയും എല്ലാം ഉണ്ടായിരുന്ന വലിയ കാവായിരുന്നു. ഇതിങ്ങനെ ജീർണിച്ച് കിടന്ന് ഒരേ ഇങ്ങനെ പൂജയും കർമ്മാദികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവസാനം പ്രശ്നത്തിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഭഗവതിയാണെന്ന് പറഞ്ഞ് ആദ്യം വെച്ചിൽ നിന്ന് പിന്നെ പൂജ ഈ പ്രശ്നത്തിൽ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഭദ്രകാളിയാണെന്നുള്ളത് തെളിഞ്ഞത്. അങ്ങനെ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇവിടെ എല്ലാം ശക്തിയുണ്ട്. എല്ലാവർക്കും അനുഭവങ്ങളെല്ലാം ഉള്ളൊരു ക്ഷേത്രമാണ്. ഒരാളുടെ ക്ഷേത്രമാണ്. ഇവിടെ എവിടെ പ്രശ്നവിധി എടുത്താലും വില്ലേൻ്റെ കാവിലെ ആദ്യം തെളിയുള്ളൂ. ഒരാളുടെ ക്ഷേത്രമാണ്. ഒരാളുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. കാരണവന്മാർ പറഞ്ഞു കേട്ട് ഉള്ള അറിവാണ്. അത്രയും ശക്തിയുള്ള ക്ഷേത്രമാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു തിരുമേനി വന്നു. ആ തിരുമേനിയാണ് ഇപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ 2026 ഫെബ്രുവരി 28 തുടങ്ങുന്ന ഉത്സവം മാർച്ച് 1, 2 തീയതികളിൽ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഞാൻ നിലവിൽ നിൽക്കുന്നതാണ് അമ്മയുടെ മൂലസ്ഥാനമായ ഈ മരം വരുന്ന സ്ഥാനത്താണ് അമ്മ ആദ്യം കുടികൊണ്ടത്. ഈ മരത്തിന് ഒരു 100 വർഷത്തെ മേളിൽ പഴക്കമുണ്ട്. അതിന് മുമ്പ് കാവ് തറയും കെട്ടിയായിരുന്നു. ശേഷമാണ് മരം കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ട അറിവ് വെച്ച് അവിടെ ഒരാൾ പൊക്കത്തിന് മേലുള്ള പുറ്റ് ഉണ്ടാകുന്നൊരു കാവായിരുന്നു. അത്രയ്ക്കൊരു അലങ്കാരവും കാണാനും നല്ല ഭംഗിയുള്ളൊരു പുറ്റായിരുന്നു. പിന്നെ അമ്മയുടെ തിരുവുത്സവത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ 3 ദിവസത്തെ പ്രധാനമായിട്ട് നാട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. എങ്കിലും നാടിന് കാവും രീതിയും സമ്പ്രദായവും എല്ലാം പരിപാലിച്ചുകൊണ്ടുള്ള തന്നെ ഒരു ഉത്സവ രീതിയാണ്. അധികമായി പ്രകൃതി ദോഷമായ രീതിയിലോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾക്കുള്ള ദോഷ രീതിയിലായിട്ടുള്ള ചടങ്ങുകളൊന്നും നമ്മൾ നിലവിലില്ല. എല്ലാം കാവിലും അമ്മയ്ക്കും അനുയോജ്യമായതും എല്ലാ ഭക്തർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി 1-ാം ദിവസം നമ്മൾ പറയുവാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ മഹാഗണപതി ഹോമവും അന്നേ ദിവസം സർപ്പപൂജയും അന്നദാനവും വൈകിട്ട് ശിവപഞ്ചാശ്രീ മന്ത്രാർച്ചന, ദീപാരാധന, ശേഷം അമ്മയ്ക്ക് നാരങ്ങ വിളക്ക് സമർപ്പണം. കാര്യം ഇവിടുത്തെ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് നാരങ്ങ വിളക്ക്. കാര്യം ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാരങ്ങ വിളക്കെന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ആണ് നാരങ്ങ വിളക്ക് അവിടെ നടത്തുന്നത്. വൈകിട്ട് നാരങ്ങ വിളക്ക് നടത്തി നാരങ്ങ വിളക്ക് ഭക്തർ തന്നെ ദേവീനെ നാരങ്ങ വിളക്ക് തെളിയിച്ച് ദേവിയെ വലം വെച്ച് ആ നാരങ്ങ വിളക്ക് യഥാവിധ പ്രകാരമുള്ള തിരുമേനിമാർ അത് ദേവീനെ ആരതി ഒഴിയുകയാണ് ദീപാരാധനകളൊപ്പം. അതുകൊണ്ട് അതിനൊരു പ്രത്യേകത കൂടി ആ നാരങ്ങ വിളക്കിനുണ്ട്. അപ്പം നാരങ്ങ വിളക്കിന് അവിടെ എല്ലാം നല്ല ഒരുപാട് ഭക്തരുണ്ട് നാരങ്ങ വിളക്കിനെല്ലാം പങ്കെടുക്കാൻ. ഇപ്പോൾ 3 ദിവസവും പിന്നെ എല്ലാ 1-ാം തീയതികളിലും അമ്മയ്ക്ക് അവിടെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാരങ്ങ വിളക്കുണ്ട്. പിന്നെ അന്നേ ദിവസം തന്നെയാണ് വൈകിട്ട് ശിവപഞ്ചാശ്രീ മന്ത്രാർച്ചന ഉള്ളത്. ശേഷം അത്താഴ പൂജ, അന്നത്തെ ദിവസത്തെ പ്രധാന പരിപാടികൾ, പിന്നെ മറ്റ് കലാപരിപാടികളെല്ലാം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ 2-ാം ദിവസമായ മാർച്ച് 1-ാം തീയതി ആണ് 10:30-ന് ദേവിയുടെ കുങ്കുമാഭിഷേകമാണ്. കാര്യം ഭദ്രകാളിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടൊരു പൂജാതി കർമ്മമാണ് കുങ്കുമാഭിഷേകം. കാര്യം കുങ്കുമം എന്ന് പറഞ്ഞാൽ ശക്തി പ്രതീകമാണ്. അതായത് ഭഗവതിയുടെ ശക്തി ഉൾക്കൊള്ളുന്നൊരു അതാണ് കുങ്കുമം. അപ്പോൾ ആ കുങ്കുമത്താൽ ദേവീനെ അഭിഷേകം ചെയ്യുന്നൊരു ചടങ്ങാണ് കുങ്കുമാഭിഷേകം. അപ്പം 10:30-ന് കുങ്കുമാഭിഷേക പൂജകൾ തന്ത്രി ബ്രഹ്മശ്രീ സൂർണ ശർമ്മ തിരുമേനിയുടെ കാർമ്മികത്തിൽ അവിടെ നടക്കുന്നതാണ്. ശേഷം വൈകിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവിലെ അമ്മയ്ക്ക് അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുള്ള ഒന്നാണ് അമ്മയുടെ സർവേശ്വരി പൂജ. കാര്യം എല്ലാ ഭക്തരും അവരവരുടെ വീട്ടിൽ നിന്ന് വിളക്കും പുഷ്പങ്ങളും എല്ലാം ആയിട്ട് അവരായിട്ട് തന്നെ അമ്മയെ പൂജിക്കുകയാണ്. അവരെല്ലാവരും ഒന്നൊരുമിച്ചിരുന്ന് കർമ്മി ചൊല്ലിക്കൊടുക്കുന്ന ദേവിയുടെ മന്ത്രാർച്ചന കാര്യങ്ങളും മന്ത്രങ്ങളെല്ലാം ഏറ്റു ചൊല്ലി അവരുടെ വിളക്കിനെ തന്നെ ദേവിയായിട്ട് ആരാധിച്ചുകൊണ്ട് ദേവി അവിടെ നിന്ന് പൂജിക്കുന്നു. കാര്യം അവിടെ സർവേശ്വര പൂജയ്ക്ക് പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ പ്രകൃതി ഓരോ ദോഷങ്ങൾ വരുമ്പം അമ്മയുടെ സർവേശ്വര പൂജ സമയത്ത് ആ പ്രകൃതി മൊത്തം ശാന്തമായി ഒരു കാറ്റ് പോലും ഇല്ല. കാര്യം അവിടെ വാഗമണ്ണിൻ്റെ താഴ്ഭാഗമാണ് നമ്മുടെ ക്ഷേത്രം. കാര്യം അത്രയ്ക്ക് മനോഹരമായ ക്ഷേത്രമാണ്. അപ്പോൾ അതിലേറെ കാറ്റും പ്രകൃതി സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും അത്രയും വിളക്കുകൾ കൊളുത്തി വെക്കുമ്പോഴും സർവേശ്വര പൂജ സമയത്ത് ഒരു വിളക്കിന് തിരി പോലും കെടില്ല എന്നുള്ളതാണ് വളരെ ഒരു അത്ഭുതമായിട്ട് പറയാനുള്ളത്. ഒപ്പം തന്നെ മഹാഭഗവത് സേവയും അമ്മയുടെ തിരുമുമ്പിൽ നടക്കുന്നുണ്ട് അന്നേ ദിവസം.
ശേഷം 7 മണിക്ക് ദീപാരാധനയ്ക്കും നാരങ്ങാവിളക്കിനെല്ലാം ശേഷം 7 മണിക്ക് അമ്മയുടെ മഹാപൂമൂടൽ ആരംഭിക്കുന്നതാണ്. അന്നേ ദിവസം മറ്റ് തിരുവാതിര കളിയും മറ്റ് ഇവിടെയുള്ള ബാലകന്മാരുടെ എല്ലാം നൃത്ത ചുവടുകളും എല്ലാം അമ്മയ്ക്കായിട്ട് അണിയൊരുക്കുന്നുണ്ട്. അതാണ് 2-ാം ദിവസത്തെ പ്രധാന പരിപാടികളായിട്ട് വരുന്നത്. 3-ാം ദിവസമായ മാർച്ച് 2-ാം തീയതി അമ്മയുടെ മഹാപൊങ്കാല അന്നേ ദിവസമാണ് നടക്കുന്നത്. അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ ഒന്നും കൂടെയാണ് പൊങ്കാല. കാര്യം ഇവിടെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു നേരം പൊങ്കാല ഇട്ടാൽ കുടുംബത്തിലെ സകല ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാവിധ കാര്യങ്ങളെല്ലാം അമ്മ നീക്കി കൊടുക്കുന്നുണ്ട്. കാര്യം അനുഭവസ്ഥർ എല്ലാം വന്ന് മുടങ്ങാതെ മറ്റുള്ളവരും എല്ലാം അറിഞ്ഞിട്ട് ദൂരദേശങ്ങളിലെല്ലാം ആൾക്കാർ വന്നവർ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം അമ്മയുടെ പൊങ്കാല 3-ാം ദിവസം, അതായത് മാർച്ച് 2-ാം തീയതി നടക്കുന്നുണ്ട്. ശേഷം പൊങ്കാല സമർപ്പണം, മഹാപ്രസാദമൂട്ട്. അന്നേ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം 6:40 താലപ്പൊലി കൊടുങ്ങാ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലി പുറപ്പെട്ട് ചിത്രകുന്നേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ താലവുമായി സംയോജിച്ച് ദേവിയുടെ തിരുമുമ്പിലെത്തി താലാഭിഷേകത്തോടു കൂടി താലാഭിഷേകം സമാപിക്കുന്നതാണ്. ശേഷം മഹാപ്രസാദമൂട്ടും കൈകൊട്ടിക്കളി, വില്ലടിച്ചാമ്പാട്ട് തുടങ്ങിയ കലാപരിപാടികൾ. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്, ദേവിക്ക് പ്രധാനമായിട്ട് 1-ാം ദിവസം നടക്കുന്ന ശിവപഞ്ചാക്ഷരി മന്ത്രാർച്ചന മഹാദേവനായിട്ടുള്ള അന്നേ ദിവസം വൈകിട്ട് നാരങ്ങ വിളക്ക്, 2-ാം ദിവസം കുങ്കുമാഭിഷേകം, ഭഗവത് സേവ, സർവേശ്വരി പൂജ. അന്നും എല്ലാ ഭക്തരെ നല്ല തിരക്കുകളുണ്ട്, എല്ലാ ഭക്തരും പങ്കെടുക്കുക. 3-ാം ദിവസം അമ്മയുടെ പൊങ്കാലയും താലപ്പൊലി ഘോഷയാത്രയും. അപ്പോൾ അതിനും എല്ലാ ഭക്തരുടെയും പങ്കാളിത്തം ഉണ്ടാകുക. കാര്യം ഇവിടെ അമ്മയെ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മ നമ്മുടെ കൂടെ നിന്ന് വിട്ടു പോകില്ല. കാര്യം അത്രയ്ക്ക് ശക്തിയും അത്രയ്ക്ക് അനുഗ്രഹമേകുന്നൊരു അമ്മയാണ്. കാര്യം ഒന്ന് വന്ന് അമ്മയെ തൊഴുതിട്ട് പോകുന്നവർ ഒരിക്കലും പിന്നീട് അമ്മയെ ഒരു നേരം പോലും കാണാതിരിക്കാൻ കഴിയില്ലാത്തൊരു അവസ്ഥയാണ് എല്ലാവർക്കും. കാര്യം ഇവിടെ ഒന്ന് വന്ന് തൊഴുത് കഴിഞ്ഞാൽ ദൂരദേശങ്ങളെല്ലാം വരുന്നവർ ഇവിടെ അമ്മയെ ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും നട തുറക്കുമ്പോൾ അവർ ഇവിടെ എത്തി ദേവിയെ തൊഴാറുണ്ട്. ഇത്രയുമാണ് നമ്മുടെ 3 ദിവസ പ്രധാന പരിപാടികൾ. അപ്പം എല്ലാ ഭക്തരെയും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ദേവീനാമത്തിൽ ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഉപദേവതകളായിട്ട് വരുന്നത് ഗണപതി, മഹാദേവൻ, രക്ഷസ്, പിന്നെ മലസമ്പ്രദായത്തിൽപ്പെട്ട മലമൂർത്തികളായിട്ട് മലദൈവങ്ങൾ, മൂലപ്രത്, യക്ഷി. നമ്മുടെ ക്ഷേത്രത്തിന് മുൻഭാഗത്തൊരു വലിയൊരു പാലമരമുണ്ട്. അതിൻ്റെ ചോട്ടിലാണ് ഇവിടുത്തെ യക്ഷിയമ്മ കുടികൊള്ളുന്നത്. ശക്തി സ്വരൂപിണിയായ ഒരു സ്വരൂപത്തിലാണ് യക്ഷിയമ്മ കുടികൊള്ളുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ട് തൊട്ട് ആചരിച്ച് അമ്മ അവിടെ വെള്ളിയാന്തക്കാവിലമ്മയ്ക്ക് ആരാധിച്ചുകൊണ്ട സമയം തൊട്ട് ആരാധിച്ചു വരുന്ന മൂർത്തിയാണ് പാണ്ഡ്യമൂർത്തി എന്ന് പറയുന്നത്. കാര്യം അധികം ക്ഷേത്രങ്ങളില്ലാത്തൊരു മൂർത്തിയാണ്. അത്രയ്ക്ക് ശക്തിയും അത്രയ്ക്ക് ഉഗ്രരൂപത്തിലുള്ളൊരു ആരാധനാമൂർത്തിയാണ് പാണ്ഡ്യമൂർത്തി. കാര്യം പാണ്ഡ്യമൂർത്തിക്ക് ഒരു മുറുക്കാനും നാളികേരം വെച്ച് ഏത് കാര്യം പറഞ്ഞാലും പാണ്ഡ്യമൂർത്തി നടത്തി തരും. അത് എത്ര വലിയ ദോഷമാണെങ്കിലും എന്തൊക്കെ ദുരിതമാണെങ്കിലും പാണ്ഡ്യമൂർത്തി നൽകും. ഇവിടുത്തെ അമ്മയുടെ ഒരു കാവൽക്കാരനാണ്. അമ്മയുടെ മുമ്പിൽ എപ്പോഴും അമ്മയ്ക്ക് കാവലായിട്ടുള്ളൊരു മൂർത്തി സ്വരൂപമാണ് പാണ്ഡ്യമൂർത്തി. ഇത്രയാണ് നമുക്ക് ഉപദേവപ്രതിഷ്ഠ. നമ്മുടെ ക്ഷേത്രത്തിന് ഇനി ഉത്സവം കഴിഞ്ഞുകൊണ്ട് തന്നെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ദേവിക്ക് 21 അടിയുടെ ശ്രീകോവിലാണ് പണിയാനായിട്ട് പടിപ്രകാരം പറഞ്ഞിരിക്കുന്നത്. കാര്യം ദേവിയുടെ വിഗ്രഹത്തിനൊത്ത് നല്ല സൗകര്യപ്രദമായ ദേവിക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്തൊരു കണക്കാണത്. ഒപ്പം തന്നെ ഉപദേവതമാരെ കൂടെ തന്നെ നല്ല രീതിയിൽ പ്രതിഷ്ഠിച്ച് മലമൂർത്തികളെയും പ്രതിഷ്ഠിച്ച് ഒപ്പം തന്നെ ഈ ബാക്കി അതിനുവേണ്ട കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാം തയ്യാറാക്കി പുനഃപ്രതിഷ്ഠ നടത്താനുള്ള തീരുമാനത്തിലാണ്. അപ്പം അമ്മയുടെ പുനഃപ്രതിഷ്ഠയിൽ ആകുന്ന എല്ലാ ഭക്തർക്കും ആകുന്ന വണ്ണം, കാര്യം അവരെ കൊണ്ട് എന്തൊക്കെ കഴിയുന്നു അത് ഒരിക്കലും നമ്മുടെ ഇച്ഛയ്ക്കൊത്ത കാര്യം അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരിക. കാര്യം ഒരിക്കലും അവിടെ നമുക്ക് ഇത്ര കൊടുക്കണമെന്നൊന്നുമില്ല. കാര്യം നമ്മൾ മനസ്സറിഞ്ഞ അമ്മയ്ക്ക് ഒരു ചുടുകട്ട കൊടുത്താൽ അത് തന്നെ അമ്മയ്ക്ക് തൃപ്തികരമാണ്. കാര്യം അമ്മയുടെ ക്ഷേത്രം പണിക്ക് ഒരു പങ്കാളിത്തം വഹിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമേറിയ കാര്യം തന്നെയാണ്. കാര്യം അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് എല്ലാ ഭക്തരുടെയും സഹായവും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ ഭക്തരെയും തിരുവുത്സവത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും തിരുവുത്സവ ആശംസകൾ.